ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് തേങ്ങയൊന്നും തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ തേങ്ങ ചട്നി ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അങ്ങനത്തെവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചട്നിയും കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 4-5 വെളുത്തുള്ളി, നല്ല എരിവുള്ള 5-6 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഇത് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറെല്ലാം കുറച്ച് മാറി വരും. അത്രയും സമയം ഇത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് വറുത്ത കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് നിലക്കടല എന്ന് പറയും. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തൊണ്ടെല്ലാം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ടൈപ്പ് കപ്പലണ്ടിയാണ്. ഇങ്ങനത്തെ വേണമെന്നില്ല, ചെറിയ ടൈപ്പ് ഇട്ട് കൊടുത്താലും മതി. ഏതാണ്ട് 6 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് പൊട്ടുകടലയാണ്. 1/4 കപ്പ് പൊട്ടുകടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊട്ടുകടല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് മാത്രം ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി. കാരണം ഇതെല്ലാം ഓൾറെഡി റോസ്റ്റഡാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് പച്ചമുളകാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് 5 മാത്രമേ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മല്ലിയിലയാണ്. 2-3 മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഒരുപാടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ചട്നിയുടെ കളറ് മാറിപ്പോവും. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നീട് അരയ്ക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ നമ്മൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ചൂടാറി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നല്ല പുളിയുള്ള തൈരും കൂടെ എടുത്ത് വെക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈര് ഇല്ല എങ്കിൽ വാളൻപുളിയുടെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ വഴറ്റിയ മിക്സ് എല്ലാം കൂടെ ഞാനിവിടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറോ വലിയ ജാറോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ ആദ്യം നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മുളക് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പച്ചമുളക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചട്നിയിലേക്ക് ഒന്ന് താളിച്ചിടാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഇതേപോലത്തെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വരണം. ഇപ്പോൾ കടുകെല്ലാം നന്നായി പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി വേണ്ടത് ഉണക്കമുളകാണ്. 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത കറിവേപ്പിലയെല്ലാം നന്നായി മൊരിയുന്ന വരെ ഇത് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചതും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ കൂടെയും ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെയും വടയുടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ചട്നി. നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ തക്കാളി ചട്നിയുടെ വീഡിയോയും തേങ്ങാ ചട്നിയുടെ വീഡിയോയും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ചട്നിയൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്